ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ചിക്കൻ പെരട്ടിന്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 650 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ളതും എല്ലാത്ത പീസും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം നമുക്ക്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതെവിടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം ഞാനിവിടെ ഒരു 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലകളൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ഫൈൻ ആയിട്ടുള്ളൊരു പൗഡറായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഒരു തരിതരിപ്പോട് കൂടി പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അതേ കടായിൽ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 6 അല്ലി വലിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. കൂടെ തന്നെ ഒരു 5 മീഡിയം എരിവുള്ള ഒരു പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം നമുക്ക്. ഇപ്പം നമ്മളൊരു 1.5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ ഒരു പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്, നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി തേങ്ങാക്കൊത്തും കൂടെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. എന്നാലും ചെറുതായിട്ട് തേങ്ങ ഒന്ന് പച്ചച്ചോവയൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് കിട്ടണം നമുക്ക്. ഇപ്പം ഇതൊരു 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ വേവിച്ചിട്ടെടുക്കുന്നത്. ചിക്കൻ തന്നെ അത്യാവശ്യം വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നോളും. അപ്പോൾ വെള്ളം ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചിട്ടെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാനിവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ചിക്കനിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് ചിക്കനൊക്കെ അത്യാവശ്യം ഒരു 80% നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒരുപാട് വറ്റിപ്പോയിട്ടുമില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവോള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഈ ഒരു ചിക്കൻ പെരട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സവോള ഇതുപോലെ ചേർക്കുന്നതാണ് കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ പെരട്ടും അതുപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സവോള ആദ്യം തന്നെ ചേർത്തിട്ട് വഴറ്റിയിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ സവോള ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ചിക്കൻ പെരട്ടിന്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരാറുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇപ്പോൾ ഞാനിതിവിടെ ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സവോളയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചിട്ടെടുക്കാം നമുക്ക്. എന്നിട്ട് അവസാനം നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ട് പോകുന്നൊരു ചിക്കൻ പെരട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.